ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാറ്റലൻ ഫിസിക്സ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 റേഞ്ചിൽ വരുന്ന സ്റ്റുഡൻസിനുള്ള ജനറൽ പേപ്പർ മീൻസ് സൈക്കോളജി, പെഡഗോഗി, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ രണ്ടാമത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മണ്ഡൽ കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ ദ ജനത പാർട്ടി ഗവൺമെന്റ് ഇൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞത്? മണ്ഡൽ കമ്മീഷൻ വാസ് സെറ്റപ്പ് ബൈ ദി ജനത പാർട്ടി ഗവൺമെന്റ് ഇൻ ഓപ്ഷൻ എ 1978, ഓപ്ഷൻ ബി 1979, ഓപ്ഷൻ സി 1980, ഓപ്ഷൻ ഡി 1981. ഓക്കെ, പെട്ടെന്ന് ആൻസർ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ മെയിൻ എയിം ഓഫ് സെമിനാർ ഓവർ അസൈൻമെന്റ് ഈസ് ഓപ്ഷൻ എ inculcation of self-awareness, option B acquisition of presentation skills, option C generation of new ideas, option D tolerance to others' views. The main aim of seminar over assignment is option A inculcation of self-awareness, option B acquisition of presentation skills, option C generation of new ideas, option D tolerance to others' views. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The type of research which focuses on describing the culture of a group of people is called. The type of research which focuses on describing the culture of a group of people is called. Option A survey, option B case study, option C ethnography, option D phenomenology. So again, the type of research which focuses on describing the culture of a group of people is called option A survey, option B case study, option C ethnography, and option D phenomenology. Okay, വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നോക്കുക. ഇൻ റിസർച്ച് ഡാറ്റ കളക്ഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോവഡ് ബൈ. In research, data collection is immediately followed by option A analysis of data, option B interpretation of data, option C extrapolation upon available data, option D formation of inference based on data. Okay, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ റിസർച്ച് ഡാറ്റ കളക്ഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി ഫോളോവഡ് ബൈ ഓപ്ഷൻ എ അനലൈസിസ് ഓഫ് ഡാറ്റ, ഓപ്ഷൻ ബി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, ഓപ്ഷൻ സി എക്സ്ട്രാപോളേഷൻ അപ്പോൺ അവൈലബിൾ ഡാറ്റ, ഓപ്ഷൻ ഡി ഫോർമേഷൻ ഓഫ് ഇൻഫറൻസ് ബേസ്ഡ് ഓൺ ഡാറ്റ. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അതൊക്കെയും എത്രയും പെട്ടെന്ന് നോക്കാം, പഠിക്കാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർച്ച് ക്യാൻ ബി കൺസിഡേർഡ് എംഫെരിക്കൽ ബിക്കോസ്. റിസർച്ച് ക്യാൻ ബി കൺസിഡേർഡ് എംഫെരിക്കൽ ബിക്കോസ്. ഓപ്ഷൻ എ it bases on observation, option it bases on observation and experimentation. B നോക്കുക, sequential procedure, option C controlling variables, and option D the use of statistical procedure. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം എന്താ പറഞ്ഞത് നോക്കൂ. The research can be considered empirical because of it bases on observation and experimentation, sequential procedure, controlling variables, and the use of statistical procedure. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ എ ടീച്ചർ സെന്റേഡ്, ആൻഡ് ഓപ്ഷൻ ബി ലേണർ സെന്റേഡ്, ഓപ്ഷൻ സി ആക്ടിവിറ്റി സെന്റേഡ്, ആൻഡ് ഓപ്ഷൻ ഡി അസസ്മെന്റ് സെന്റേഡ്. അപ്പോൾ നോക്കാം. ആസ് പെർ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ഇറ്റ് ഷുഡ് ബി ടീച്ചർ സെന്റേഡ്, ലേണർ സെന്റേഡ്, ആക്ടിവിറ്റി സെന്റേഡ്, അസസ്മെന്റ് സെന്റേഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഹൂവർ മേ സ്കഫോൾഡ് ദ ലേണിംഗ് ഓഫ് ദ ചൈൽഡ്. ആസ് പെർ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം whoever may scaffold the learning of the child. Option A
ടീച്ചർ, ഓപ്ഷൻ ബി പാരന്റ്, ഓപ്ഷൻ സി peer group of member, peer group of member, and option D all the above. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയണം നോക്കൂ. അപ്പൊ വളരെ പെട്ടെന്ന് എഴുതാം കേട്ടോ, വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ഫോളോയിങ് ഹു ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്രിട്ടിക്കൽ പെഡഗോഗി? ഓപ്ഷൻ എ മൈക്കൽ ആപ്പിൾ, ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി, ഓപ്ഷൻ സി പൗലോ ഫ്രയർ, ഓപ്ഷൻ ഡി പീറ്റർ മക്ലാരൻ. എന്താ പറയണം നോക്കൂ. എമംഗ് ദ ഫോളോയിങ് ഹു ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ക്രിട്ടിക്കൽ പെഡഗോഗി? ഓപ്ഷൻ എ മൈക്കൽ ആപ്പിൾ, ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി, ഓപ്ഷൻ സി പൗലോ ഫ്രയർ, ആൻഡ് ഓപ്ഷൻ ഡി എന്താ പറയുന്നത് നോക്കൂ, പീറ്റർ മക്ലാരൻ എന്നാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാറ്റഗറി 1, 2, 3 നമ്മളിവിടെ എല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മളിവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. താല്പര്യമുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 799497 ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത പേപ്പർ സെറ്റ് ചെയ്യേണ്ട സമയമായി.